ഒരു ഗ്യാങ് വാർ കാണിച്ചുകൊണ്ടാണ് സീരീസ് ആരംഭിക്കുന്നത്. വർത്തമാന കാലത്തിൽ നിന്നും 11 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് സീരീസിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണിച്ചു പോകുന്നത്. ആദ്യ ഭാഗങ്ങളിൽ എന്ന് പറയുമ്പോൾ സീരീസിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ, പിന്നീട് വർത്തമാന കാലത്തിലേക്ക് സീരീസിൻ്റെ കഥ എത്തും. 11 വർഷങ്ങൾക്ക് മുമ്പ് ചില കാരണങ്ങളാൽ ഒരു പ്രധാന ഗ്യാങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണ് നമ്മുടെ നായകൻ. എന്നാൽ നമ്മുടെ നായകന് പകരമായി നായകൻ്റെ അനിയൻ ആ ഒരു ഗ്യാങ്ങിൽ അവിടെയുണ്ട്. എന്നാൽ നമ്മുടെ നായകൻ ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആകെ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ: തൻ്റെ അനിയന് ഒന്നും സംഭവിക്കരുത്, തൻ്റെ അനിയനെ നന്നായിട്ട് തന്നെ നോക്കണമെന്ന്. എന്നാൽ അങ്ങനെ ഇരിക്കെ നമ്മുടെ നായകൻ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ആരൊക്കെയോ ചേർന്ന് നമ്മുടെ നായകൻ്റെ അനിയനെ കൊലപ്പെടുത്തി എന്നതാണ്. വാക്ക് തെറ്റിക്കുന്നവർക്ക് നമ്മുടെ നായകൻ്റെ മുമ്പിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ: മരണം. അങ്ങനെ നമ്മുടെ നായകൻ ആരാണ് തൻ്റെ അനിയനെ കൊന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രമേയം. ആരായിരിക്കും നമ്മുടെ നായകനെ കൊന്നത് എന്നതൊക്കെ കണ്ടുപിടിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ആരാണ്, എന്തിനു വേണ്ടിയാണ്, ആരൊക്കെ ചേർന്നാണ് കൊന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സീരീസ് ചുരുളഴിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വർഷം പുറത്തിറങ്ങിയ കൊറിയൻ സീരീസായ മേഴ്സി ഫോർ നൺ എന്ന് പറയുന്ന സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീരീസിൻ്റെ പേര് പോലെ തന്നെ ആരോടും ഒരു കരുണയും സീരീസിൽ മൊത്തത്തിൽ കാണിക്കുന്നില്ല. നായകനെതിരെ നിൽക്കുന്നത് ആരൊക്കെയാണോ അവരെയൊക്കെ തന്നെ ഭസ്മമാക്കി തന്നെയാണ് നായകൻ ഓരോ ചൂട് വെക്കുന്നതും. അധികാരത്തോടുള്ള ഭ്രമവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ സീരീസിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് സീരീസിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. പ്രത്യേകിച്ചൊരു കൊറിയൻ സീരീസ് ആകുമ്പോൾ നമുക്കറിയാം കൊറിയൻ സീരീസുകളുടെ അല്ലെങ്കിൽ കൊറിയൻ ചിത്രങ്ങളുടെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, പ്രത്യേകിച്ച് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി ആകുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മേക്കിംഗ് തന്നെയാണ് ഈ ഒരു സീരീസിൽ ഉടനീളം ഉള്ളത്. അതുപോലെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 7 വരെയുള്ള എപ്പിസോഡുകളൊക്കെ തന്നെ ഒട്ടും ലാഗില്ലാതെ തന്നെ അതിൻ്റെ എൻഡിങ് ട്വിസ്റ്റൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ സംവിധായകനും അതുപോലെ തന്നെ അതിൻ്റെ എഴുത്തുകാരനും സാധിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ പ്രധാന നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നിയ ഒരു സംതൃപ്തി കിട്ടാത്തൊരു സംഭവം എന്ന് പറയുന്നത്, ചില സീരീസോ ചിത്രങ്ങളോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ സീരീസിൻ്റെ പകുതിയൊക്കെ എത്തുമ്പോഴോ അല്ലെങ്കിൽ ചില ആക്ഷൻ രംഗങ്ങളോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആഹാ ഇപ്പോഴിങ്ങനെയാണെങ്കിൽ ക്ലൈമാക്സിൽ എന്തായിരിക്കും അവസ്ഥ. പ്രത്യേകിച്ച് ഒരു സിനിമയുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്ലൈമാക്സിൽ ആ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു നമ്മളെ എൻഗേജിങ് ആക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എൻഡിങ്ങിൽ എന്തായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ലൊരു കലാശക്കുട്ടിക്കൂടെ തന്നെ ആയിരിക്കും ഈ ഒരു ചിത്രവും അവസാനിക്കുകയെന്ന്. പക്ഷെ ആ ഒരു കലാശക്കുട്ടിന് ആ ഒരു ഇൻ്റർവെല്ലിൽ കിട്ടിയ ആ ഒരു പഞ്ച് അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഫീല് കുറഞ്ഞു പോകുമല്ലോ. അതുതന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ കാര്യത്തിലും എനിക്ക് സംഭവിച്ചത്. കാരണം സീരീസ് റിലീസായപ്പോൾ തന്നെ നല്ലൊരു ഹൈപ്പ് സീരീസിന് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇതിനോടകം തന്നെ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞവരായിരിക്കും. കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്രയും നല്ല ഹൈപ്പിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സീരീസ് തുടങ്ങി നല്ല മേക്കിങ്, നല്ല സ്റ്റാർട്ടിങ്, അതിനിടയ്ക്ക് വരുന്ന ആക്ഷൻ രംഗങ്ങളാണെങ്കിലും ബാക്കിയെല്ലാം തന്നെ അടിപൊളി. അപ്പോൾ നമ്മൾ വിചാരിക്കും ആഹാ ക്ലൈമാക്സിലും ഒരു 1.5 സാധനം തന്നെ പ്രതീക്ഷിക്കാമെന്ന്. എന്ന് വെച്ച് ക്ലൈമാക്സ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ക്ലൈമാക്സിൽ നല്ലൊരു കഥാന്തി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും ഒരു ആക്ഷൻ ചിത്രം എന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീരീസ് എന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആക്ഷൻസ് അവിടെ പ്രതീക്ഷിച്ചിരുന്നു. അത് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നേ ഇല്ല. അതുപോലെ തന്നെ ചിത്രത്തിലെ നായകനും കൊറിയൻ സിനിമാ പ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ കൂടിയാണ്. ഒരു ആക്ഷൻ സിനിമാ പ്രേമിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീരീസ് പ്രേമിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു കൊറിയൻ സീരീസ് തന്നെയാണ് മേഴ്സി ഫോർ നൺ എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്താനുള്ള ചേരുവകളെല്ലാം ചേർത്ത് തന്നെയാണ് സംവിധായകൻ ഈ ഒരു സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഒരു സീരീസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.